കനത്ത മഴയെ തുടർന്ന് ഇടുക്കി കുമളി പത്തുമുറി റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി. ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്നു. 139.50 അടിയാണ് നിലവിലെ ജലനിരപ്പ്. നിലവിൽ 13 ഷട്ടറുകൾ തുറന്ന് 100 സെന്റിമീറ്റർ വീതം ഉയർത്തി 8000 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. രാഹുൽ വിജിൻ കുമളിയിൽ നിന്ന് ചെയ്യുന്നു. രാഹുൽ, ഇപ്പോഴും മഴ അവിടെ തുടരുകയാണോ? പലയിടങ്ങളും വെള്ളക്കെട്ടിലാണ് എന്ന് നമുക്ക് ഇന്നലെ അടക്കം മനസ്സിലായതാണ്. മുല്ലപ്പെരിയാറിന് നിലവിലെ സ്ഥിതി എന്താണ്? ഈ ഷട്ടർ ഉയർത്തത് മതിയാകുമോ അവിടുത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ? സുഖയിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി 9 മണിക്കൊക്കെ തുടങ്ങിയ മഴ ഏകദേശം പുലർച്ചെ 2 മണി വരെ ഉണ്ടായിരുന്നു. പല വീടുകളിലുമൊക്കെ വെള്ളം കയറുന്ന, ഇന്നലത്തേന് സമാനമായ രീതിയിൽ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കടകളിലേക്കൊക്കെ, കുമളി ടൗണിലൊക്കെ വെള്ളം കയറി കടകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തുമുറി എന്ന് പറയുന്ന ഭാഗത്താണ്. ഈ കുമളിയിലേക്കുള്ള യാത്രയിലായിരുന്നു. പല ഭാഗത്തും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ, കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ റോഡ് പൂർണ്ണമായിട്ടും മണ്ണ് കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് മറുവശത്തേക്ക് കടക്കാൻ ഇനി കഴിയില്ല. ഈ മണ്ണ് നീക്കം ചെയ്തെങ്കിലും മണ്ണും മരവും ഒക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇതിലൂടെയുള്ള യാത്ര സാധ്യമാവുകയുള്ളൂ. അത്തരത്തിലുള്ള മഴയായിരുന്നു. പല ഭാഗത്തും അതിശക്തമായിട്ടുള്ള രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും കുമളി, നെടുങ്കണ്ടം, അതുപോലെ തന്നെ അണക്കര, ഈ മേഖലകളിലൊക്കെയാണ് ഈ ഗതാഗത തടസ്സം, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുമളിയിൽ ഇന്നലെയും പല വീടുകളിൽ വെള്ളം കയറി. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര കണ്ട് മഴയായിരുന്നു ഇന്നലെ രാത്രിയിലും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ വൃഷ്ടിപ്രദേശത്ത് ഉൾപ്പെടെ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് 17,000 ഘനയടിയായി സെക്കൻഡിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. കാരണം 139.5 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ 138.5 അടിയായിരുന്നു. ഇന്നിപ്പോൾ ഒരു അടി കൂടി ഉയർന്നിട്ടുണ്ട്. 137.70 അടിയാണ് റൂൾ കർവ് പരിധി. അത് പാലിക്കാൻ തമിഴ്നാട് ചിലപ്പോൾ കൂടുതൽ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ആശങ്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വീടുകളിലേക്കൊന്നും ഒത്തിരി വെള്ളം കയറി തുടങ്ങിയിട്ടില്ല. പക്ഷേ കൂടുതൽ വെള്ളം ഒഴുക്കി വിടുകയാണ് എങ്കിൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന, അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ പാലിക്കുകയും ചെയ്യണം. ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ട് എങ്കിൽ അവർ കൃത്യമായിട്ടുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒന്നെങ്കിൽ ബന്ധു വീടുകളിലേക്കോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഒരുക്കിയിരിക്കുന്ന ക്യാമ്പുകളിലേക്കോ ഒക്കെയാണ് മാറേണ്ടത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ ഒരു മരണം കൂടി ഈ മഴയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ ആനവലാസത്ത് കട നടത്തുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആൾ വീട്ടിലേക്ക് പോകുന്ന വഴി വെള്ളാരം കുന്നിൽ മണ്ണിടിഞ്ഞ് വീണിരുന്നു റോഡിലേക്ക്. ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ മണ്ണിടിഞ്ഞ് വീണിരുന്നു. വലിയ മൺകൂനയായിരുന്നു. ആ മൺകൂനയിലേക്ക് ബൈക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് നേരിയ ആശ്വാസം നൽകുന്നതാണ്. പക്ഷെ അതിനിടയിലും ഒരു മരണം, ഈ മണ്ണിടിച്ചിലുണ്ടായ ആ മണ്ണിലേക്ക് ബൈക്ക് ചെന്നിടിക്കുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. നിലവിൽ മഴയ്ക്ക് ഒരു നേരിയ ശമനമുണ്ട്. റോഡിൽ എവിടെയെങ്കിലും ഗതാഗത തടസ്സമുണ്ടോ രാഹുൽ? നിലവിൽ KK റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. പക്ഷേ പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അത് ഗതാഗത തടസ്സം ആയി മാറിയിട്ടില്ല എന്നുള്ളതാണ്. നേരിയ തോതിലുള്ള മണ്ണിടിച്ചിലുകൾ മാത്രമാണ് ഈ KK റോഡിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണതൊക്കെ രാത്രിയിൽ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ, അതായത് KK റോഡ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആ റോഡിൽ, അതുപോലെ തന്നെ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ഗതാഗത തടസ്സം നിലവിലില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പക്ഷേ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ കുമളി വെള്ളാരം കുന്ന്, അതുപോലെ തന്നെ കുമളി ആനവിലാസൻ റോഡ്, ഈ പത്തുമുറി റോഡ്, ഈ ഭാഗങ്ങളിലൊക്കെയാണ് പ്രധാനമായും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ വലിയ പ്രധാനപ്പെട്ട പാതകളിലൊന്നും മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകാൻ പോകുന്നത് ഈ വെള്ളം തുറന്നു വിട്ടാൽ ഉണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അത് ഈ മഞ്ചുമല, അതുപോലെ തന്നെ ആറ്റോരം, കടശിക്കടവ്, ഈ വണ്ടിപ്പെരിയാർ മേഖലയിലെ പ്രദേശങ്ങളാണ്. കടശിക്കടവ്, അതുപോലെ തന്നെ വള്ളക്കടവ്, ഈ മേഖലകളിൽ
വീടുകളിലൊക്കെ പെട്ടെന്ന് വെള്ളം കയറുന്ന വീടുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത്. കാരണം ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ മണിക്കൂറുകളിലും ജലനിരപ്പ് ഓരോ ഘട്ടം ഘട്ടമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 142 അടിയാണ് പരമാവധി സംഭരണശേഷി. അതിന് മുകളിലേക്ക് പോകാൻ ഒരു കാരണവശാലും പറ്റില്ല. റൂൾ കർവ് പരിധി നോക്കിയാൽ പോലും അത് ഒരുപാട് കൂടുതലാണ്. എങ്കിൽ ഇപ്പോഴത്തെ ജലനിരപ്പ് ഒരുപാട് കൂടുതലാണ്. 142 അടിയിലേക്ക് ഒരു കാരണവശാലും എത്താൻ അത് മറികടക്കാൻ കഴിയില്ല. അത്തരം ക്രമീകരണങ്ങൾ എന്തായാലും തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനനുസരിച്ചുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.